ഏവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ഷാഡോസ് ഓഫ് സർവൈവൽ, വേർഡ്സ് കൺഫ്രോണ്ടിങ് ട്രോമ എന്ന പൊതുവിഷയത്തെ മുൻനിർത്തി ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന പാനൽ ഡിസ്കഷന് കൊടുത്തിരിക്കുന്ന പേര് സബ്വേർട്ടിംഗ് ജെൻഡർ റോൾസ് ഇൻ സോഷ്യോ ഇക്കണോമിക് റീമോഡലിംഗ് എന്നാണ്. മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്താൽ സാമൂഹ്യ സാമ്പത്തിക പുനർനിർമ്മാണവും അട്ടിമറിക്കപ്പെടുന്ന ലിംഗപദവിയും എന്ന് പറയാമെന്ന് തോന്നുന്നു. ഈ അട്ടിമറി എന്നുള്ള വാക്കിന് ചില സമയങ്ങളിലെങ്കിലും ഒരുപാട് ആഴവും പരപ്പുമുണ്ട്. ഈ സെഷൻ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് ആലോചിച്ചപ്പോൾ ആദ്യം മനസ്സിലേക്ക് വന്നൊരു വാചകമുണ്ട്. വന്യ വൈദിക ശ്രേഷ്ഠരെ, നിങ്ങൾക്കറിയുമോ അതിൻ്റെ നോവും നീറ്റലും. പുസ്തകം ഏതെന്നോ എഴുതിയ ആളിൻ്റെ പേരോ എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഈ വരി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ച, സംസാരിക്കാനോ സ്വപ്നം കാണുവാനോ പോലും ധൈര്യമില്ലാതിരുന്ന, അവകാശമില്ലാതിരുന്ന ഒരു കൂട്ടം സ്ത്രീകളുടെ വേദന കാണിക്കുന്ന വരികളാണ്. രണ്ട് മനുഷ്യരെ ഓർത്തു പോകുന്നു ഈ സമയത്ത്. ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ്. കഴിഞ്ഞ ദിവസമാണ് ബഹിരാകാശ സഞ്ചാരത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വനിത എന്ന റെക്കോർഡ് സുനിത വില്യംസിന് സ്വന്തമായത്. ക്ഷമ സാവന്ത്, അമേരിക്കയിലെ സിയാറ്റിൽ കൗൺസിൽ മെമ്പർ ആയിരുന്നു ക്ഷമ സാവന്ത്. അവിടുത്തെ തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഇന്ത്യൻ ഭരണകൂടം മുന്നോട്ട് വെച്ച പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ സിയാറ്റിലിൽ കൗൺസിലിൽ പ്രമേയം പാസാക്കിയ ഇന്ത്യക്കാരി. നിലപാടുകളുടെ പേരിൽ ക്ഷമയ്ക്ക് ഇന്ത്യൻ ഭരണകൂടം ഇന്ത്യയിലേക്കുള്ള പ്രവേശനം പോലും നിഷേധിച്ചിരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ വരികൾ ഉറവ കൊണ്ട ഒരു കാലത്തിൽ നിന്നും ഈ സുനിത വില്യംസിനെ പോലെയുള്ളവരുടെ കാലത്തിലേക്ക് എത്തുവാൻ ഈ ക്ഷമയെ പോലുള്ള ഒരുപാട് മനുഷ്യർ പോരാടിയിട്ടുണ്ട്. ആ പോരാട്ടം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും സമൂഹത്തിന്റെ പൊതുബോധത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വീടിനുള്ളിൽ കാലങ്ങളായി സ്ത്രീയും പുരുഷനും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളിലും, അതേപോലെ സാമൂഹ്യ സാമ്പത്തിക നിർമ്മിതിയിലും രാഷ്ട്രീയ സാംസ്കാരിക മുന്നേറ്റത്തിലും ജെൻഡർ എന്ന സ്പെക്ട്രം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭാവനകളിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇത്തരം ഇടപെടലുകൾ, സംഭാവനകൾ സാധാരണമാണ് എന്ന ബോധം സമൂഹത്തിൽ ഉണ്ടാകുന്നത് വരെ ഇത്തരം സെഷനുകൾക്ക് പ്രസക്തിയുണ്ട്. സബ്വേർട്ടിംഗ് ജെൻഡർ റോൾസ് ഇൻ സോഷ്യോ ഇക്കണോമിക് റീമോഡലിംഗ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ആശയങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പം എത്തിയിരിക്കുന്ന സംരംഭകരായ മാനസി മിലനെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചുറ്റുമുള്ള മനുഷ്യരുടെ സാമ്പത്തികവും സാമൂഹികവുമായ ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രക്രിയയിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചവരാണ് രണ്ടുപേരും. ഇവരുടെ യാത്രയെപ്പറ്റി, സാമൂഹ്യ സാമ്പത്തിക പുനർനിർമ്മാണത്തിൽ ഇവർ നടത്തുന്ന ഇടപെടലുകളെ പറ്റി, അട്ടിമറിക്കപ്പെടുന്ന ലിംഗപദവിയെ പറ്റി നമുക്ക് സംസാരിച്ചു തുടങ്ങാം. ആദ്യം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മാനസിയോടാണ്. ഇപ്പോൾ എഴുത്തുകാരിയും അതിനോടൊപ്പം ഒരു സംരംഭകയുമായി തീർന്നിരിക്കുന്ന മാനസി ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്നാണ് ഇപ്പോൾ സമൂഹത്തിൽ ഒരു ഇടം നേടിയിരിക്കുന്നത്. ആ യാത്രയെ പറ്റി ചുരുക്കത്തിലൊന്ന് പറയും. ഏവർക്കും നമസ്കാരം. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇവിടെ വന്നിട്ട് അത് പറഞ്ഞില്ലേ ശരിയാവില്ല, അതുകൊണ്ട് തുടക്കത്തിൽ അത് തന്നെ പറയുന്നു. എൻ്റെ യാത്ര എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബിസിനസ്സുകാരിയാകുമെന്നോ അല്ലെങ്കിൽ ഈ ഒരു ഫാഷൻ ഇൻഡസ്ട്രിയിലോട്ട് വരുമെന്നോ ഒരിക്കലും കരുതിയിട്ടുള്ള ഒരാളല്ല ഞാൻ. ഒരു പോക്കറ്റ് മണിക്ക് വേണ്ടി ഒരു തമാശ പോലെ തുടങ്ങി ബിസിനസ്സുകാരിയായതാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരാൾക്ക് പോലും ബിസിനസ്സിൻ്റെ യാതൊരു ഇതുവരെ ബിസിനസ് ചെയ്ത ആരും ഉണ്ടായിരുന്നില്ല, കുടുംബത്തിലോ ആരും ഉണ്ടായിരുന്നില്ല. വളർന്നു വന്ന ചുറ്റുപാട് വെച്ചിട്ട് അത്യാവശ്യം ദാരിദ്ര്യം നിറഞ്ഞ ചുറ്റുപാടിലൂടെ വളർന്നു വന്നിട്ടുള്ള ആളാണ് ഞാൻ. ആദ്യമായിട്ട് ചെയ്ത ബിസിനസ് എന്താണ് എന്ന് ചോദിച്ചാൽ, എൻ്റെ 7ാം വയസ്സിൽ അയലത്തെ വീട്ടിലെ കവുങ്ങ് ഉണ്ടല്ലോ, കവുങ്ങ് എന്ന് പറഞ്ഞാൽ അടക്ക, തേങ്ങ, അതുപോലെ തന്നെ കുരുമുളക്, ഇതൊക്കെ ആരാൻ്റെ പറമ്പിൽ പുലർച്ചെ പോയിട്ട് എടുത്തു കൊണ്ടുവന്ന് അയലത്തെ കടകളിൽ വിൽക്കുന്ന ഒരു ബിസിനസ്സാണ് ഞാൻ ആദ്യം ചെയ്തിട്ടുള്ളത്. അന്നത്തെ വരുമാനം എന്ന് പറയുന്നത് 1 രൂപയും 2 രൂപയൊക്കെ ആയിരുന്നു. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാവും. ഞാൻ ആദ്യം ചെയ്ത ബിസിനസ് അതാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അതൊരു മോഷണമാണ്. പിന്നെ ചെയ്യാത്ത ജോലികളൊന്നും തന്നെയില്ല. ഞാൻ പഠിച്ചതൊക്കെ ജോലി ചെയ്താണ് പഠിച്ചിട്ടുള്ളത്. വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് വളരെ കുറവായിരുന്നു. എൻ്റെ ഒരു മുസ്ലിം ഫാമിലി ആയിരുന്നു. അതിൻ്റേതായിട്ടുള്ള കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട്, മതപരമായിട്ടൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള വീട്ടുകാരായിരുന്നു. നമ്മൾ ഈ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ
നിങ്ങളുടെയൊക്കെ ഒരു പ്രായമാകുമ്പോൾ നമ്മളൊന്ന് സെറ്റിലാവാൻ ആഗ്രഹിക്കും. അതായത് കുറേ കഷ്ടപ്പെട്ടു, എനിക്കൊന്ന് സെറ്റിലാവണം എന്നാഗ്രഹിക്കും. നമ്മൾ നേരെ ഒരു വിവാഹത്തിലോട്ടോ എന്തിലോട്ടെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ പ്രണയത്തിലോട്ടൊക്കെ ആയിട്ട് കാലെടുത്ത് വയ്ക്കും. അതുവരെയുള്ള കഷ്ടപ്പാടുകളൊക്കെ മാറണമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് പോകും. പക്ഷേ അതിനേക്കാൾ വലിയ ദുരന്തമാകുമ്പോൾ പിന്നെ നമുക്ക് മരിച്ചു കളയാനൊന്നും പറ്റത്തില്ലല്ലോ. അങ്ങനെ ജീവിച്ചു പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. കോവിഡിൻ്റെ സമയത്ത് ഞാനൊരു ക്രിയേറ്റീവ് ഫേമിൽ കോണ്ടന്റ് റൈറ്ററായിട്ട് ജോലി ചെയ്യായിരുന്നു. കോവിഡ് വന്ന സമയത്ത് ജോലി പോയി, മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അങ്ങനെ സുഹൃത്ത് തന്ന 1,00,000 രൂപയിൽ കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങി എൻ്റെ വാടക വീടിൻ്റെ ഒരു മുറിയിൽ വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ബിസിനസ് എന്താണെന്ന് ഒന്നും അറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ വാടക കൊടുക്കണം, വീടിൻ്റെ വാടക കൊടുക്കണം, എൻ്റെ കുഞ്ഞിൻ്റെ ആഹാരത്തിനുള്ള വകുപ്പ് ഉണ്ടാക്കണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല, പങ്കാളിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ ലക്ക് കൊണ്ട് സൗഹൃദ വലയങ്ങളിൽ നിന്നും എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടാവുകയും ഓൺലൈനായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, മുന്നോട്ട് പോവുകയും ചെയ്തു. അത് ഓൺലൈൻ ആയതുകൊണ്ടായിരിക്കും ഞാൻ ചിലപ്പം പെട്ടെന്ന് കയറി പോയിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ 4 വർഷമായി ഞാൻ ഈ ഫീൽഡിലുണ്ട്. ഫാഷനുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് കുറച്ച് ഫാഷൻ സെൻസായിരുന്നു. എടുക്കുന്ന ഡ്രസ്സുകൾ അല്ലെങ്കിൽ സാരികൾ എന്ത് തന്നെയാലും ഇച്ചിരി മെച്ചമുള്ളത് എടുക്കാനുള്ളൊരു കഴിവുണ്ടായിരുന്നു. അത് മാത്രമാണ് ഉണ്ടായിരുന്നത്, മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അത് വെച്ചിട്ടാണ് ഞാൻ പതിയെ മുന്നോട്ട് വന്നത്. നമ്മൾ ഇതിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് വരുന്നൊരു കാര്യമുണ്ട്, ഇത് നമ്മുടെ ഒരു വഴിയാണോ അല്ലയോ എന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ മനസ്സിലായപ്പോൾ കുറച്ച് മുന്നോട്ട് പോവുകയും കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ നല്ല കോൺഫിഡൻസ് വന്നു. അങ്ങനെ ഓഫ്ലൈൻ സ്റ്റോറിലോട്ട് പ്രവേശിച്ചു. ഇപ്പം ടോട്ടൽ 4 വർഷമായി. ഓൺലൈനായിട്ട് 4 വർഷവും 1.5 years ആയിട്ട് ഓഫ്ലൈൻ സ്റ്റോറും ഉണ്ട്. കുഴപ്പമില്ലാതെ പോകുന്നു. ഇതാണ് സംരംഭത്തിനെ കുറിച്ച് പറയാനുള്ളത്. പേര് മാനസി ബൊട്ടിക് എന്നാണ്. എൻ്റെ ഒഫീഷ്യൽ നെയിം നുസ്ര ഫാത്തിമ എന്നാണ്. മാനസി എന്നത് എൻ്റെ വിളിപ്പേരാണ്. മാനസി എന്ന് വിളിക്കാൻ കാരണം ഞാൻ ചെറുപ്പത്തിൽ എഴുതുമായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ കാരണം മാനസി എന്നുള്ളൊരു പേരിലാണ് എഴുതിക്കൊണ്ടിരുന്നത്. കുറച്ച് കഴിയുമ്പോൾ എന്തായാലും പൊക്കുമല്ലോ, വീട്ടിൽ നിന്ന് പൊക്കി. പിന്നെ ആ പേര് തന്നെയായി. ഇപ്പം നുസ്രത്ത് എന്നുള്ള പേര് ആർക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല, മാനസി എന്ന് തന്നെയാണ്. വീട്ടുകാർക്കും അറിയാം, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. താങ്ക് യു മാനസി. മിലനോടുള്ള എൻ്റെ ആദ്യത്തെ ചോദ്യം, ഒരു സംരംഭകയുടെ ജീവിതം പിന്തുടരുവാൻ എന്താണ് മിലനെ പ്രേരിപ്പിച്ചത്? അത് യാദൃച്ഛികമായിട്ട് സംഭവിച്ചതാണോ, അതോ ഒരു ആവശ്യമായിരുന്നോ, അതോ പാഷൻ പിന്തുടർന്നതാണോ? Good afternoon all. First of all, my name is Milan Paul, founder and CEO of Milantic. ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് കോഴിക്കോട് എന്ന് പറയുന്ന നാട് ഭയങ്കര ഇഷ്ടമുള്ളൊരു നാടാണ്. അപ്പം ഇവിടെ വരാനും ഇന്ന് സംസാരിക്കാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചതിലും വളരെ ഞാൻ താങ്ക്ഫുള്ളാണ്. എസ്പെഷ്യലി നിങ്ങളുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഒന്നും പറയാനില്ല. നിങ്ങൾ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ജനിച്ച ആൾക്കാരാണ്. കമ്മിങ് ടു ദ പോയിന്റ്, മിലാൻറ്റിക് എന്നുള്ളൊരു സ്ഥാപനം ആരംഭിച്ചത് 2022 യാദൃശ്ചികം എന്ന് പറയാൻ പറ്റില്ല. ഞാനൊരു ടീച്ചറായിരുന്നു. ഞാൻ BBA BCom സ്റ്റുഡൻസിനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. ആ സമയത്ത് തന്നെ എനിക്കൊരു ഇൻ്റർനാഷണൽ ബാങ്കിലോട്ട് ജോബ് കിട്ടി, ഞാൻ പോയി. അതിനുശേഷം മാരേജിന് ശേഷം ഞാൻ തൃശ്ശൂർ ലൊക്കാലിറ്റിയിലോട്ട് മൂവ് ചെയ്യാനുണ്ടായത്. അപ്പോൾ എൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് എനിക്കൊരു സാധാരണ ഒരാളായിട്ട് വീട്ടിലിരിക്കുന്നതിനോട് യാതൊരു താല്പര്യം ഇല്ലാത്ത ആളാണ്. എനിക്ക് എന്തെങ്കിലും എൻ്റെ കരിയറിൽ അച്ചീവ് ചെയ്യണം, അതല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളായിട്ടൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതും അങ്ങനെയുള്ള ആൾക്കാരെയും ഒരുപാട് സ്റ്റുഡൻസിനെ ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരാളുമാണ്. അങ്ങനെ ഒരു ആലോചനയുടെ ഒരു പുറത്താണ് മിലാൻറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥാപനം ഉണ്ടാകുന്നത്. ആ സമയത്ത് കോവിഡ് കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് ഷോപ്സ് ക്ലോസ്ഡ് ആയി. ഈവൻ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥാപനങ്ങൾ പലതും ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ കോവിഡ് മൂലം ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെട്ട ഒരു സമയമായിരുന്നു. ആ ഒരു സമയത്താണ് മിലാൻറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥാപനം ഏകദേശം ഒരു 12,000 സ്ക്വയർ ഫീറ്റിൽ നമ്മൾ ആരംഭിക്കുന്നത്. സത്യം പറഞ്ഞാൽ തുടക്കത്തിൽ നിങ്ങളെപ്പോലെ തന്നെ എന്താ പറയുക, നമുക്ക് ഒരു ഫീൽഡിലോട്ട് കിടക്കുമ്പം അതിൻ്റേതായിട്ടുള്ള ഇൻഡെപ്ത് നോളജ് ഒന്നും ആർക്കും ഉണ്ടാവില്ല. അങ്ങനെ തന്നെയാണ് ഞാനും ഈ ഫീൽഡിലോട്ട് വന്നത്. പിന്നെ ഒന്നേന്ന് തൊട്ട് പഠിച്ച് തുടങ്ങിയിട്ടാണ് ഞാനും ഒരു സംരംഭക എന്ന നിലയിലോട്ട് വന്നത്. അതിനു വേണ്ടിയുള്ള കോഴ്സുകൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ചെയ്തു. ഇന്ന് നമുക്ക് ഓഫ്ലൈൻ കൂടാണ്ട് തന്നെ ഓൺലൈൻ, അതുപോലെ തന്നെ നമുക്ക് NRI എബ്രോഡ് കസ്റ്റമേഴ്സ് എല്ലാം ഉള്ളൊരു വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംരംഭമായിട്ട്
മിലാൻജിക്ക് മാറി തികച്ചും യാദൃശികമല്ല, നന്നായിട്ട് ആലോചിച്ചെടുത്ത ഒരു തീരുമാനം തന്നെയാണ്. താങ്ക് യു. രണ്ടുപേരും സംരംഭകരാണെങ്കിലും രണ്ടുപേരും വളരെ വ്യത്യസ്തമായ സാഹചര്യത്തിൽ നിന്ന് വന്ന് സ്വന്തമായ കഥകൾ ഇപ്പം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്, സ്ത്രീകളാണ്. മാനസിയോടാണ് ഇനി എനിക്ക് ചോദിക്കാനുള്ളത്. ഈ KG ജോർജിന്റെ സംവിധാനത്തിൽ 1983 പുറത്തിറങ്ങിയ ഒരു ചിത്രമുണ്ട്, ആദാമിന്റെ ഭാര്യയല്ല. സ്വന്തം ജോലിയും അതിനുശേഷം വീട്ടിൽ വന്ന് ആ ജോലിയും ചെയ്ത് താൻ താമസിക്കുന്ന വീട്ടിൽ തന്നെ കേൾക്കാൻ ഒരാളില്ലാതെ, പരിഗണനയില്ലാതെ അവസാനം മാനസിക നില തെറ്റുന്ന വാസന്തി എന്ന കഥാപാത്രത്തെയാണ് സുഹാസിനി മണിരത്നം ആ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഏതാണ്ട് 40 കൊല്ലത്തിന് ശേഷം ജിയോ ബേബിയുടെ സംവിധാനത്തിൽ 2021 ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമ പുറത്തിറങ്ങി. തനിക്ക് പരിഗണന ലഭിക്കാത്ത, തന്നെ കേൾക്കാൻ ആളുകളില്ലാത്ത, തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കൂടെ നിൽക്കാത്ത ആളുകളുള്ള ഒരിടത്തിൽ നിന്നും ധൈര്യപൂർവ്വം പുറത്തിറങ്ങി വന്ന് തനിക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്ത് സാമൂഹ്യ സാമ്പത്തിക പുനർനിർമ്മാണത്തിൽ തല ഉയർത്തിപ്പിടിച്ച് പങ്കാളിയാകുന്ന നിമിഷയുടെ കഥാപാത്രവും നമുക്ക് മുന്നിലുണ്ട്. തീർച്ചയായും സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റത്തിന്റെ പ്രതിഫലനം തന്നെയാണ് നിമിഷയുടെ കഥാപാത്രം. വിസ്മയെ പോലെയുള്ളവരെ വിസ്മരിക്കാതെ തന്നെ ചോദിക്കട്ടെ, ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആ സിനിമയിൽ കണ്ടതുപോലെയുള്ള മാറ്റങ്ങൾ സമൂഹത്തിൽ ഇപ്പോൾ ചെറിയ തോതിലോ വലിയ തോതിലോ നടക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ചെറിയ തോതിലല്ല, വലിയ തോതിൽ തന്നെ ഇപ്പം മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ കാര്യമായിട്ട് പറയാനുള്ളത്, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് വിവാഹം എന്ന് പറയുന്നത് തന്നെ ഒരു പേടിപ്പെടുത്തുന്ന കാര്യമായിട്ടാണ് ഇപ്പം വരുന്നത്. അപ്പം ഇതിൽ ഈ 2 കഥാപാത്രങ്ങളെ പറഞ്ഞല്ലോ, സുഹാസിനിയുടെ കഥാപാത്രവും പറഞ്ഞു, അവർ ജോലിയുള്ള സ്ത്രീയാണ്. രണ്ടാമത്തെ നിമിഷയുടെ കഥാപാത്രവും പറഞ്ഞു. നിമിഷയുടെ കഥാപാത്രം അവിടെ നിന്ന് ഇറങ്ങി, അതായത് അവർക്ക് പറ്റാത്തൊരു ചുറ്റുപാടിൽ നിന്നും അവരിറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ടേക്കുള്ള മുന്നോട്ടേക്കുള്ള പാതയാണ് അതികഠിനം. ഇറങ്ങുന്നത് വരെ ഉള്ളത്, ഒരു തീരുമാനം എടുക്കുന്നത് വരെ നമ്മൾ കുറച്ചൊന്ന് ശ്വാസം എടുത്ത് നമുക്കത് എടുക്കാം. പക്ഷെ ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷമാണ് നമ്മൾ നരകം കാണാൻ പോകുന്നത്. പ്രത്യേകിച്ചും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ലെങ്കിൽ ഒരു സ്ത്രീ, പ്രത്യേകിച്ചും ഇപ്പം എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞൊക്കെയുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ, സിംഗിളാണ് എന്നുണ്ടെങ്കിൽ അവിടെ തുടങ്ങും നമ്മുടെ ബുദ്ധിമുട്ടുകൾ. കാരണം നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കുന്നു, വീട് നോക്കുന്നു, അതിൻ്റെ കൂടെ നമ്മൾ ജോലിയും ചെയ്യുന്നു. അത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ചിലരതിനെ മറികടക്കും, ചിലർ മറികടക്കാൻ പറ്റാതെ പെരുവഴിയിലായി പോകും. പിന്നെ ചിലരുടെ ഇപ്പം പറയുന്നു ജോലിയുള്ള സ്ത്രീ എന്ന് പറയും, പലർക്കും ജോലി ഇല്ലാത്തതാണ് കുഴപ്പം. ജോലി ഉണ്ടായിട്ടും ഇപ്പം ഞാൻ പറയാം, പല സുഹൃത്തുക്കളും ഉണ്ട് എനിക്ക്. നല്ല ജോലിയിൽ ഇരിക്കുന്നവരുണ്ട്, നല്ല പൊസിഷൻസിൽ ഇരിക്കുന്നവരുണ്ട്, നന്നായിട്ട് ഏൺ ചെയ്യുന്നവരുണ്ട്. പക്ഷേ എത്ര പേരുടെ ATM കാർഡ് അവരുടെ കയ്യിലുണ്ടെന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കം മാത്രമാണ്. ആളുകൾ പുറത്തിറങ്ങുന്നുണ്ട്, ആളുകൾ ജോലി ചെയ്യാൻ ഇപ്പം കുറച്ചും കൂടി മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷെ കൺട്രോൾ എന്ന് പറയുന്ന ഒരു സാധനം അവരുടെ കയ്യിലില്ല, പലരുടെ കയ്യിലും ഇല്ല. അത് നമ്മൾ എത്ര പുറത്ത് വന്നു എന്ന് പറഞ്ഞിട്ടും ആ ഒരു ഇത് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ എന്തിനാണ്? നമ്മളിപ്പം ദാമ്പത്യ ജീവിതം എന്ന് പറയുന്ന സമയത്ത് അത് ഈക്വലാണ്, എല്ലാ കാര്യങ്ങളും ഈക്വലായിട്ടാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അത് പലയിടത്തും നടക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മാറ്റങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ മാറ്റങ്ങളുണ്ട്. ഇപ്പം ഞാൻ പറയാം, ഞാൻ 10 വർഷം മുമ്പാണ് 13 വർഷം മുമ്പാണ് എൻ്റെ വിവാഹം കഴിയുന്നത്. ആ സമയത്ത് എൻ്റെ കസിൻ സിസ്റ്റേഴ്സ് ഉണ്ട് 7ലും 8ലൊക്കെ പഠിക്കുന്നത്. ആ മക്കൾക്ക് ഇപ്പം എല്ലാവർക്കും 22, 23 വയസ്സൊക്കെ, ആരും കല്യാണം കഴിച്ചിട്ടില്ല പെൺകുട്ടികൾ. അപ്പം ഞാനൊരു 16 വയസ്സ് മുതൽ എനിക്ക് വീട്ടിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ടായിരുന്നു. ആ പ്രഷർ ഇപ്പം ഈ മക്കൾക്ക് ഇല്ല, എല്ലാവരും പഠിക്കുകയാണ്. കാലം മാറുന്നതിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. ചിലർ ഉൾക്കൊള്ളുന്നുണ്ട്, ചിലർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഫൈറ്റ് ചെയ്യാൻ ഇപ്പോഴത്തെ കുട്ടികൾ തയ്യാറാകുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അതിൽ എല്ലാ കുട്ടികൾക്കും ചെറിയ മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പരിധിക്കപ്പുറം ഒന്നും പറ്റില്ല. പ്രത്യേകിച്ചും മതവും സൊസൈറ്റിയും എല്ലാം അതിൽ ഇടപെട്ട് നമ്മളൊരു പരുവാക്കുന്നുണ്ട്. പിന്നെ വേറൊന്നുണ്ട്, നമ്മൾ ഇതിനെയൊക്കെ മറികടന്ന്, ഇപ്പം ഞാൻ ഇതിനെയെല്ലാം മറികടന്നതാണ്. ഞാൻ എൻ്റെ ചുറ്റുപാടുകളിൽ എല്ലാ ബുദ്ധിമുട്ടുകളെയും ധീരമായിട്ട് മറികടന്ന് എനിക്ക് കുറച്ച് സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. വീണു പോയതൊക്കെ ആത്മഹത്യാ മുനമ്പുകളോടെയൊക്കെ നടക്കുന്ന സമയത്ത് വീണു പോവല്ലേ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് താങ്ങി നിർത്താൻ, ഒരു വാക്കുകൊണ്ടെങ്കിലും താങ്ങി നിർത്താൻ ആളുകളുണ്ടായിരുന്നു. പക്ഷേ മറ്റു പലർക്കും അത് കിട്ടുന്നില്ല. അത് കിട്ടാത്തവരാണ് പാതിയിൽ പൊലിഞ്ഞു പോകുന്നത്. ചില ഇടങ്ങളിൽ നിന്ന് പുറത്തു വരാൻ നമുക്ക് നല്ല സൗഹൃദങ്ങൾ മാത്രം മതിയാകുമെന്ന് മാനസിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായി. മിലനോടാണ് ഇനി എനിക്ക് ചോദിക്കാനുള്ളത്. സബ്വേർഷൻ ഓഫ് ജെൻഡർ റോൾസ് ഇതാദ്യം നടക്കേണ്ടുന്നത് വീട്ടിലാണ്.
കുറച്ചുനാൾ മുൻപ് ഇറങ്ങിയ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു, ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്. അതിൽ അനുപമ പരമേശ്വരൻ്റെ കഥാപാത്രം തൻ്റെ പാർട്ട്ണറായ ദാസിനോട് പറയുന്ന ഒരു സംഭാഷണമുണ്ട്. ദാസ്, ഈ വീട്ടിലെ എല്ലാമാണ് ഞാൻ, ഡോക്ടർ, വെയിറ്റർ, ക്ലീനർ, പ്ലംബർ, ടീച്ചർ. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാർക്കും ഈ ഡയലോഗ് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാകാം. ഈ സംഭാഷണം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഡൊമസ്റ്റിക് ലേബറിനെ പറ്റിയാണ്. തൊട്ടടുത്ത ദിവസത്തെ യാത്ര തലേന്ന് തന്നെ തുടങ്ങേണ്ടി വരുന്ന ഗാർഹിക തൊഴിലാളികളെ പറ്റി. ഒരു വീട് മുൻപോട്ട് കൊണ്ടുപോകുവാൻ കായികപരമായിട്ടുള്ള അധ്വാനം മാത്രമല്ല ആവശ്യം, അതിനൊപ്പം തന്നെ പ്ലാനിങ്, റാദർ മെന്റൽ ലേബറും കൂടെ ഇൻവോൾവ് ആണ്. ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്ന വീടുകളിൽ പോലും കൃത്യമായി ഈ ഡിവിഷൻ ഓഫ് ഡൊമസ്റ്റിക് ലേബർ ഇന്ന് സംഭവിക്കുന്നില്ല. ഇങ്ങനെ ഒരു ഡിവിഷൻ വേണമെന്ന് നിഷ്കർഷിക്കുന്ന ഭാര്യമാർ അങ്ങനെ ആവശ്യപ്പെടാതെ തന്നെ വീട്ടുജോലികൾ പങ്കാളികളാകുന്ന ഭർത്താക്കന്മാരും ഇല്ലെന്ന് ഞാൻ തീരെ പറയുന്നില്ല. എങ്കിലും നല്ലൊരു ശതമാനം വീടുകളിലും നമ്മുടെ ബിന്ദു മിനിസ്റ്റർ പറഞ്ഞതുപോലെ വേറെവർ ഐ ഗോ ഐ ടേക്ക് മൈ ഹൗസ് ഇൻ മൈ ഹെഡ് എന്ന രീതിയിൽ ചിന്തിക്കേണ്ടുന്ന സ്ത്രീകൾ തന്നെയാണ് കൂടുതൽ. വൈ ഇസ് ഇറ്റ് സോ? എന്തുകൊണ്ടാണ് ഈ സബ്വേർഷൻ ഓഫ് ജെൻഡർ റോൾസ് വീടുകളിൽ ഇപ്പോഴും കൃത്യമായിട്ട് നടക്കാത്തത്? ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നതിന് പിന്നിലുള്ള അടിസ്ഥാനം, ഈ സോഷ്യോ ഇക്കണോമിക് റീബിൽഡിങ്ങിൽ സ്ത്രീകൾക്ക് പങ്കാളികളാകണമെങ്കിൽ അവർക്ക് വേണ്ടുന്ന ആദ്യത്തെ അസറ്റ് എന്ന് പറയുന്നത് സമയമാണ്. അതേപോലെ തന്നെ ജോലിയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വർക്ക് ലൈഫ് ബാലൻസ്. അപ്പം ഈ രണ്ട് കാര്യം മനസ്സിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും തന്നെ. അതിൽ ഒരു പിക്ക് കുറേ നാളായിട്ട് ഞാൻ കാണുന്നതാണ്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ഒരു ട്രാക്ക്, അതായത് നമ്മുടെ കോമ്പറ്റീഷൻസ് ഒക്കെ നടക്കുന്ന സിന്തറ്റിക് ട്രാക്ക്. അപ്പം ഒരു സൈഡിൽ പുരുഷന്മാർ നിൽക്കുന്നു, ഒരു സൈഡിൽ സ്ത്രീകൾ നിൽക്കുന്നു. അപ്പം സ്ത്രീകൾ ഒരുപാട് ബാരിയേഴ്സ് കടന്നിട്ട് വേണം മുന്നോട്ട് പോകാൻ. അതായത് ഒരു അയ കെട്ടിയിട്ട് അതിൽ തുണികൾ ഹാങ് ചെയ്തിരിക്കുന്നു, ഒരു സ്ഥലത്ത് ഒരു പ്ലേറ്റ്സ്, കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓക്കെ, വാഷ് ചെയ്യാനായിട്ട്, അതിൻ്റെ മുന്നിൽ വേറെ കുറേ കുക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ്, അങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ ലേഡീസ് നിൽക്കുന്ന ട്രാക്കിന് മുന്നിലുള്ളത്. അപ്പം പുരുഷന്മാർ നിൽക്കുന്ന ട്രാക്കിൽ ഫ്രീ ആണ് അവർക്ക് പോകാനായിട്ട്. സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അങ്ങനെയാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. നമുക്ക് ഈ കാറ്റഗറീനെ ശരിക്കും മൂന്നായിട്ട് തിരിക്കാൻ പറ്റും. ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ, പുരുഷൻ ജോലിക്ക് പോകും, സ്ത്രീ എന്ന് പറയുന്നത് വീട്ടിലിരിക്കേണ്ട ആളാണ്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക, ഞാനാണ് വരുമാനം ഉണ്ടാക്കുന്നത്. അതാണ് ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് രണ്ടുപേരും ഈക്വലി ജോലിക്കും പോവും, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും രണ്ടുപേരും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യും. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പുരുഷൻ ജോലിക്ക് പോകും, സ്ത്രീക്ക് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, വേണമെങ്കിൽ പോവാം, ഇല്ലെങ്കിൽ പോവേണ്ട. ഈ മൂന്ന് കാറ്റഗറിയാണ് ഇന്ന് സൊസൈറ്റിയിലുള്ളത്. പണ്ടത്തെ കാലം വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. കാരണം ഈക്വലി പുരുഷന്മാരും സ്ത്രീകളും ജോലിക്ക് പോവുകയും ഈക്വലി വർക്ക് ഷെയർ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷെ നമുക്ക് ഇതൊന്നും ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. കാരണം ഇന്ന് എൻ്റെ വീട്ടിൽ നടക്കുന്നതായിരിക്കില്ല നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നത്. അപ്പം സ്ത്രീയും പുരുഷന്മാരെയും സംബന്ധിച്ച് നോക്കുമ്പോഴത്തേനും നമുക്ക് ചില പുരുഷന്മാർ എല്ലാം ഹെൽപ്പ് ചെയ്ത് വീട്ടിലെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ആൾക്കാരാവാം, ചിലർ അങ്ങനെ ആവണമെന്നില്ല. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഇന്ദിരാ നൂയി? അറിയാവുന്നൊരു കൈപൊക്കാവോ? ഇന്ദിരാ നൂയി അറിയില്ല? ഓക്കെ, പെപ്സി കാർഡിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടല്ലോ, ഉണ്ടോ? പെപ്സി കാർഡ് അറിയില്ല? അറിയാവോ ആർക്കെങ്കിലും ഇന്ദിരാ നൂയി? അപ്പൊ ആളുടെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ആൾ അത്രയും ടോപ്പ് പൊസിഷനിൽ നിന്നതാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ ആളുടെ വീട്ടിൽ വരുമ്പം ആളുടെ മദർ ഇൻ ലോയോടൊപ്പം വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യണം. അപ്പൊ എന്താന്ന് വെച്ചാൽ അവിടെ റെസ്റ്റ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഒരു റിലാക്സേഷനോ അല്ലെങ്കിൽ വർക്കിലോട്ട് കൂടുതൽ ഓറിയന്റഡ് ആവാനൊന്നും ആൾക്ക് പറ്റുന്നില്ല. അപ്പൊ ഈ ഒരു പോയിന്റ് പറയുമ്പോഴത്തേനും ചില സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്ക് എത്ര ഏബിൾ ആണെങ്കിലും അവർ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് റെഡി ആണെങ്കിലും നമ്മുടെ ഈ ഒരു സംവിധാനത്തിന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ റെഡി ആണെങ്കിൽ പോലും ചില സാഹചര്യങ്ങളിൽ വീട്ടിൽ വരുമ്പോഴത്തേനും പുരുഷന്മാർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബേർഡൻ, അത് മെന്റലിയും ഫിസിക്കലിയും ഒക്കെ അവർക്ക് അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം, വീട്ടിലെ ഡ്യൂട്ടീസ് നോക്കണം, ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ട്. അത് പുരുഷന്മാരുടെ മനോഭാവത്തോടെയും കൂട്ടായ മനോഭാവത്തോടു കൂടി മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ഭാര്യയാണ്, എൻ്റെ മക്കളാണ്, ഇവരും കഷ്ടപ്പെടുന്നതാണ്, ഞാനും ഈക്വലി അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് നിങ്ങൾ എവിടെ ചിന്തിച്ചു തുടങ്ങുന്നോ അവിടെ ഒരു വലിയ മാറ്റമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. താങ്ക് യു മിലൻ. ഇവിടെ ഇരിക്കുന്ന എൻ്റെ പുരുഷ സുഹൃത്തുക്കൾ ഇതൊക്കെ ഉൾക്കൊള്ളുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്, എൻ്റെ സ്റ്റുഡൻസ് ഉൾപ്പെടെ. മാനസിയിലേക്ക് നമുക്ക് മടങ്ങി വരാം.
Coming to work and workplaces, which is often considered as the temple of socio-economic rebuilding, ഈ കോളേജിൻ്റെ മെയിൻ ഗേറ്റ് കടന്നു വന്നപ്പോൾ വാച്ച്മാന് പകരം ഒരു വാച്ച് വുമനെ മാനസി ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. ആൻഡ് വി ഹാവ് KSRTC ഓട്ടോ ഡ്രൈവേഴ്സ്, പ്ലംബേഴ്സ്, directors and producers who are women. അപ്പോൾ ഡെഫിനറ്റ്ലി ദർ ഇസ് എ സബ്വേർഷൻ ഓഫ് ജെൻഡർ റോൾസ് ഇൻ വർക്ക് ആൻഡ് വർക്ക് പ്ലേസസ്. പരമ്പരാഗതമായി പുരുഷന്മാർ ചെയ്തിരുന്ന പല ജോലികളും ഇപ്പോൾ സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. ജോലിയുടെ കാര്യത്തിൽ ആ ഒരു സ്റ്റീരിയോടൈപ്പ് ജോലികൾക്ക് പുറത്ത് സ്ത്രീകൾ എത്തിപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തിരിച്ച് സ്ത്രീകളുടെ ജോലി എന്ന ലേബലിൽ ചെയ്യപ്പെട്ട ജോലികൾ എത്രത്തോളം പുരുഷന്മാർ ഇന്ന് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. സാമൂഹ്യ സാമ്പത്തിക പുനർനിർമ്മാണ പ്രക്രിയയിൽ ഈ ഒരു മാറ്റവും അനിവാര്യമല്ലേ? ജോലികൾ കൂടെ ജെൻഡർ ന്യൂട്രൽ ആവേണ്ടതല്ലേ? അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ചും ചില കാറ്റഗറിയിൽ. ഞാൻ എക്സാമ്പിൾ പറയാം. ഒരു നേഴ്സ്, ഏറ്റവും കൂടുതൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് മെയിൽ നേഴ്സിനെയാണോ അല്ലെങ്കിൽ ഫീമെയിൽ നേഴ്സിനെയാണോ? അതെന്തുകൊണ്ടാണെന്നറിയോ നേഴ്സുമാർ കൂടുതൽ ഉണ്ടാകുന്നത്? അതായത് സ്ത്രീകൾക്ക് കുറച്ചും കൂടി സഹനം, ക്ഷമ, ഇതൊക്കെ സ്ത്രീകൾക്കാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് ഒരു രോഗിയെ പരിചരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതിന് ചേരുക സ്ത്രീകൾ മാത്രമായിരിക്കും എന്ന് പറയുന്ന ഒരു അതിനുണ്ടല്ലോ. അതെന്ത്, ഇത് സ്ത്രീകൾക്ക് മാത്രമായിട്ട് പതിച്ചു കൊടുത്തതാണോ? ബാക്കിയുള്ള എല്ലാ വികാരങ്ങളും സ്ത്രീകൾക്കുള്ള അതേ വികാരങ്ങൾ പുരുഷന്മാർക്കും ഉണ്ട്. പക്ഷേ നമ്മൾ വളർന്നു വന്ന ചുറ്റുപാടിൽ നിന്ന് ഇത് കൂടുതൽ പറ്റും. അതായത് കുഞ്ഞിനെ മുലയൂട്ടി വളർത്തുന്ന ഒരു കുഞ്ഞിനെ വളർത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പം അത്രയും ക്ഷമയെടുത്തിട്ട് കുഞ്ഞിനെ വളർത്തുന്ന അവർ പരിചരിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളെ ഞാൻ ചോദിക്കട്ടെ, മിക്ക വീടുകളിലും ഇപ്പോഴത്തെ കുറച്ചൊക്കെ മാറ്റമുണ്ട് എങ്കിലും ഞാൻ പറയാം, സ്വന്തം അച്ഛനും അമ്മയും പ്രായമായ പരിചരിക്കുന്നത് മകളായിരിക്കും, അല്ലെങ്കിൽ മരുമക്കളായിരിക്കും. സ്വന്തം അമ്മേനെയും അച്ഛനെയും പരിചരിക്കുന്നവരുണ്ട്, അമ്മായി അമ്മയും പരിചരിക്കുന്നവരുണ്ട്. പുരുഷന്മാർ എത്ര പേരുണ്ട് അവിടെ? ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. ഇനി വരുന്ന തലമുറയിൽ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായേക്കും. ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ എൻ്റെ അടക്കമുള്ള മാതാപിതാക്കൾ അടക്കമുള്ള തലമുറയിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. സ്ത്രീകൾക്ക് ഇങ്ങനെയാണ് സഹനം, ഇത്തരം കാര്യങ്ങൾ ഇവർക്ക് കൂടുതലുണ്ട്, അതുകൊണ്ട് ഇവർക്ക് പറ്റും. അതുപോലെ തന്നെയാണ് കുറച്ചും കൂടി ടീച്ചിങ് സെക്ഷൻ. ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സാണ് ഉള്ളത്. അധ്യാപകർ വളരെ, പ്രത്യേകിച്ച് ഈ പ്രീ പ്രൈമറി നോക്കിയാൽ മതി. നമ്മുടെ ഒരു LKG മുതൽ ഒരു 7th സ്റ്റാൻഡേർഡ് വരെ നോക്കിയാൽ 90% ടീച്ചേഴ്സാണ്. കാരണം കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യാൻ അവർക്കാണ് പറ്റുക, ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം മാറ്റങ്ങളുണ്ട്. എത്ര നന്നായിട്ട് അമ്മ കൊണ്ടു നടക്കുന്നേക്കാൾ മക്കളെ കൊണ്ടു നടക്കുന്ന പുരുഷന്മാരുണ്ട്. അവർക്ക് പറ്റും, പറ്റാഞ്ഞിട്ടല്ല, പക്ഷെ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒന്നുണ്ട്, ഒരു പുരുഷൻ ഞാൻ നേഴ്സാണ് എന്ന് പറയുന്നത് ഒരു കുറവ് പോലെ ഫീൽ ചെയ്യുന്ന ആളുകളുണ്ട്. അതൊക്കെയാണ് മാറ്റേണ്ടത്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ തലമുറ കുറച്ചൊക്കെ മാറി തുടങ്ങുന്നുണ്ട് എന്നാണ്. ചിലർ പറയും ഈ 2K കിഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര ലോലരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നതൊക്കെ. എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. ചില സമയങ്ങളിൽ അവരുടെ വൈകാരികപരമായിട്ടുള്ള ചില ഇടപെടലുകളിലൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും കുട്ടികൾ കുറച്ചും കൂടി സ്നേഹത്തോടെയും അതുപോലെ തന്നെ ഈ ഒരു ഇടപെടലുകളൊക്കെ നടത്തുന്നുണ്ടെന്നാണ് ഞാനിപ്പോൾ കാണുന്നത്. കൂടുതലും കണ്ടുവരുന്നത് അങ്ങനെയാണ്. ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അമ്മമാരെ സഹായിക്കുന്ന ഒരുപാട് ആൺകുട്ടികളുണ്ട്. എനിക്ക് അത് വളരെ പോസിറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സഹോദരിയോട് ഒരു ജോലി ചെയ്യുമ്പം ഞാനും അതിൻ്റെ പാർട്ടാവണം ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ കാണും. പല കോളേജുകളിൽ ക്ലാസ്സുകൾക്ക് പോകുമ്പോഴും സംസാരിക്കുന്ന കുട്ടികൾ വളരെ ആത്മാർത്ഥതയോടെ വന്ന് പറയാറുണ്ട്. അതൊക്കെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഈ രീതിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ള സഹോദരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ആശംസിക്കുകയാണ്. അടുത്ത ചോദ്യം മിലനോടാണ്. മിന്ത്ര എന്ന് പറയുന്ന ആ ഒരു ഓൺലൈൻ പർച്ചേസ് സൈറ്റിനെ പറ്റി നമുക്കറിയാം. ഈ മിന്ത്രയുടെ എത്നിക് വെയർ ബ്രാൻഡായ എനോക്കിന് വേണ്ടി രാധിക ആപ്തെ അഭിനയിച്ച ദ കോളിംഗ് എന്ന 2 മിനിറ്റിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള ഒരു പരസ്യചിത്രമുണ്ട്. ഗർഭിണിയായ സ്ത്രീ ആയതുകൊണ്ട് കഴിവുണ്ടായിട്ടും തനിക്ക് ലഭിക്കേണ്ടുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുന്ന രാധിക ആപ്തയുടെ ഷഹീൻ എന്ന കഥാപാത്രം അവസാനം മാനേജ്മെന്റിനെ ചോദ്യം ചെയ്യുകയും അങ്ങേയറ്റം ഗ്രേസ്ഫുള്ളി ആ സ്ഥാപനത്തിൽ നിന്നും പിൻവാങ്ങി സ്വന്തമായി ഒരു വെഞ്ചർ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെയാണ് അഡ്വർടൈസ്മെന്റ് അവസാനിക്കുന്നത്.
സ്ത്രീ ആയതുകൊണ്ട് അവസരങ്ങൾ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ ഒരു ഘട്ടത്തിനപ്പുറത്തേക്ക് ഉയരാൻ കഴിയാതെ ഇരിക്കുക, നേതൃത്വ നിരയിലേക്ക് വരാൻ കഴിയാതെ ഇരിക്കുക, ശരിക്കും നമ്മൾ പറഞ്ഞ് പഴകിയ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്, ഗ്ലാസ് സീലിംഗ്. ഇന്നും കോൺഷ്യസ് ആയിട്ടും അൺകോൺഷ്യസ് ആയിട്ടും ജോലി സ്ഥലങ്ങളിൽ ബയാസ് നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ഗ്ലാസ് സീലിംഗ് ഇഫക്റ്റ് എത്രത്തോളം ഇന്നത്തെ വർക്ക് പ്ലേസുകളിൽ നിലനിൽക്കുന്നുണ്ട്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. ഇത് ശരിക്കും നമുക്ക് കമ്പയർ ചെയ്യേണ്ടി വരും. പണ്ട് എങ്ങനെയായിരുന്നു ഇന്ന് എങ്ങനെയായിരുന്നു എന്ന് കമ്പയർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു പരിധി വരെ നല്ല രീതിയിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഈ ഒരു സ്ത്രീ ഒബ്വിയസ്ലി ഒരു മാരേജിന് ശേഷം ആ ഒരു സ്ത്രീ ഒരു അമ്മയാവും, എന്തായാലും ഒരു ഗർഭിണിയാവും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്, അതിലൊരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ, അതായത് ഇപ്പം നമ്മുടെ ഇന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ ഒരു 6 months ആയിരിക്കും നമ്മുടെ ഒരു മെറ്റേണിറ്റി പീരീഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പെയ്ഡ് ആയിട്ടുള്ളൊരു ലീവ് തരിക. അങ്ങനെയുള്ളത് പണ്ട് ഇത്രയും ഇല്ലായിരുന്നു. പക്ഷെ മറ്റ് കൺട്രീസ്, അതായത് നമ്മുടെ പുറത്തുള്ള രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെയുള്ള സിസ്റ്റം പല രാജ്യങ്ങളിലും വേറെയാണ്. ഇവിടെ നമുക്ക് സ്ത്രീകൾക്ക് 6 months അല്ലെങ്കിൽ 1 year ഒക്കെ കൊടുക്കുന്ന സാഹചര്യത്തിൽ മറ്റു പല കൺട്രീസിലും അവർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈക്വലി പുരുഷന്മാർക്കും ആ ഒരു 6 months കൊടുക്കും. കാരണം അമ്മയുടെ കൂടെ മാത്രമല്ല കുഞ്ഞ് അറ്റാച്ച്ഡ് ആവേണ്ടത്, ഇതേ ഇമോഷൻസ് തന്നെ ക്യാരി ചെയ്യുന്നതാണ് പുരുഷന്മാരും. നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല സ്ത്രീകൾക്ക് മാത്രം എല്ലാം വേണം, സ്ത്രീകൾ മാത്രമാണ് എല്ലാം സഫർ ചെയ്യുന്നത്. ഒരു സ്ത്രീ പ്രഗ്നന്റ് ആവുന്ന സമയം തൊട്ട് പുരുഷന്മാരും അത് ക്യാരി ചെയ്യുന്നുണ്ട് അവരുടെ മനസ്സിൽ. അപ്പം ആ ഒരു സിസ്റ്റം ഒക്കെ ഇപ്പോൾ ഒരുപാട് ഡെവലപ്പായി. കാരണം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അതേപോലെ ലീവ് കൊടുക്കുന്നുണ്ട്. അമ്മയുടെ ആബ്സെൻസിലും ആ കുട്ടി അച്ഛൻ്റെ സ്നേഹം അറിഞ്ഞു വളരണം എന്നുള്ളൊരു കോൺസെപ്റ്റിലൊക്കെയാണ് ഇപ്പം മൂവ് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു മാനേജീരിയൽ ലെവലിലോട്ട് നോക്കുമ്പോൾ ഒരു ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ ഒരു പരിധി വരെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു സിസ്റ്റം ഡെഫിനറ്റ്ലി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ആ ഒരു ലെവലിലോട്ട് എണ്ണപ്പെടുന്ന സ്ത്രീകൾ വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മാക്സിമം പുരുഷന്മാരാണ്, അവർ കംപ്ലീറ്റ്ലി വർക്ക് ഓറിയന്റഡ് ആയിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എണ്ണത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ 10 പേരാണ് ഒരു മാനേജ്മെന്റ് ഏരിയയിൽ ഉള്ളതെങ്കിൽ അതിനകത്ത് 2 പേരായിരിക്കും. 2 പേരുടെ സൗണ്ടാണോ ബാക്കിയുള്ള 8 പേരുടെ സൗണ്ടാണോ കൂടുതൽ കേൾക്കുക? ഒബ്വിയസ്ലി 8 പേരുടെ സൗണ്ട് ആയിരിക്കും. അപ്പം ഇതിലൊരു മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഒരു അയൺ ലേഡി എന്നറിയപ്പെടുന്നത് ഏത് പ്രൈം മിനിസ്റ്റർ ആണ്? ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അപ്പൊ അവിടെ ഒരു ബ്രേക്കിംഗ് ആണ് ചെയ്തത്. ആ ഒരു സീലിംഗ് അല്ലെങ്കിൽ ആ ഒരു ഗ്ലാസ് സീലിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് അവിടെ ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. പണ്ട് എത്ര സ്ത്രീകൾ തെങ്ങ് കയറുമായിരുന്നു? പുരുഷന്മാർ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ജോലിയാണല്ലേ. ഇന്ന് എത്ര സ്ത്രീകൾ തെങ്ങ് കയറുന്നുണ്ട്? എത്ര ട്രാൻസ്പോർട്ട് ബസ്സുകൾ സ്ത്രീകൾ ഓടിക്കുന്നുണ്ട്? എത്ര ഹെവി വെഹിക്കിൾസ്, അതായത് എന്ന് വെച്ചാൽ നമുക്ക് ആ ഹെവി ലൈസൻസ് എടുക്കുന്നത്. ഇപ്പൊ റീസെന്റ് ഒരു ന്യൂസ് വന്നു, ഒരു ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു കുട്ടി നമ്മുടെ സ്റ്റേറ്റിന് പുറത്ത്, കേരളത്തിന് പുറത്തോട്ട് ഹെവി വെഹിക്കിൾ ഓടിക്കുന്ന, കണ്ടിന്യൂസ്ലി ഡ്രൈവ് ചെയ്യുന്ന ഒരു ലേഡീനെ കുറിച്ച്. അപ്പം നമ്മളൊക്കെ ചിന്തിക്കുമ്പോൾ പണ്ട് കാലത്ത് ഇതൊന്നും സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റാത്ത ജോലിയായിരുന്നു. അപ്പൊ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ കേൾക്കുന്നത്, നമ്മൾ ഈ സംസാരിക്കുന്നത് നമ്മളാണ് മാറേണ്ടത്. ഒരു കാരണവശാലും പുരുഷനല്ല എപ്പോഴും സ്ത്രീ അടിച്ചമർത്തുന്നത്. നിങ്ങൾ ഈ പലരും ചിന്തിക്കുന്നുണ്ടാവില്ലേ, ഞാൻ ഹെവി വെഹിക്കിൾ ഓടിക്കുന്നത്, അയ്യോ നാണക്കേടാണ്, എൻ്റെ അച്ഛനും അച്ഛൻ്റെ കൂട്ടുകാരും അവരൊക്കെയാണ് ഈ വണ്ടി ഓടിക്കുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ സ്വയം മാറാറില്ലേ? അപ്പം ഒരു പരിധി വരെ സ്ത്രീകൾ തന്നെ കുറേ പിന്മാറുവാണ്. ഇപ്പൊ ആർമിയിൽ പോകുന്നു, കുറേ സ്ത്രീകൾക്ക് നാണക്കേടാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ ആർമി ഏതാണ്? കീർത്തി ചക്രയിൽ കാണുന്ന മോഹൻലാലും. എത്ര പേർക്ക് അതിൻ്റെ ലേഡീസിലെ യൂണിഫോമിലുള്ള സ്ത്രീകളെ ഓർക്കാൻ പറ്റുന്നുണ്ട്? സ്ത്രീകളായി നമ്മൾ എത്ര പേരെ ഓർക്കുന്നുണ്ട്? ശരിയല്ലേ? അപ്പൊ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും പുരുഷന്മാരല്ല, നമ്മളും കോൺഫിഡൻ്റ് ആവണം. നമ്മുടെ മനസ്സിലാണ് നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവേണ്ടത് നമ്മുടെ മനസ്സിലാണ്. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി ഇപ്പം നമ്മൾ പഴയ കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് സ്ഥലത്ത് സ്ത്രീകൾ വന്നിട്ടുണ്ട്, ഇനിയും വരും. ഇല്ലേ? വരുമോ? തീർച്ചയായിട്ടും വന്നിരിക്കും. ആൻഡ് ഐ ഹോപ്പ് മൈ കിഡ്സ് ആർ മോട്ടിവേറ്റഡ്. മാനസിയോടാണ് ഇനി ചോദിക്കുന്നത്. സ്ത്രീകൾക്ക് സ്വയം തൊഴിലിലൂടെ വരുമാനം ഉണ്ടാക്കുവാൻ കേന്ദ്ര സർക്കാർ മുദ്ര ലോണുകൾ പോലെയുള്ള പല ലോണുകളും ലഭ്യമാക്കുന്നുണ്ട്. കേരള സർക്കാർ പുരുഷന്മാർക്ക് ഇപ്പോൾ പെറ്റേണൽ ലീവ് അനുവദിക്കുന്നുണ്ട്. പല ബിസിനസ് സ്ഥാപനങ്ങളിലും ക്രഷേ സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ സാമൂഹ്യ സാമ്പത്തിക പുനർനിർമ്മാണത്തിൽ പുരുഷനെയും സ്ത്രീയെയും ഒരുപോലെ പങ്കാളികളാക്കുവാനുള്ള സിസ്റ്റത്തിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് കരുതാം. ഇതിനപ്പുറം നയ രൂപീകരണത്തിലും അത് നടപ്പാക്കുന്ന കാര്യത്തിലും ഗവൺമെൻറ് സംവിധാനങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട്?
ഞാനിപ്പോൾ ഒരു ലോൺ എടുത്തിട്ടുണ്ട്. അത് യൂണിയൻ ബാങ്കിൻ്റെ നാരി ശക്തി ലോൺ സ്കീമാണ്. അത് കൊളാട്രൽ ഒന്നും ഇല്ലാതെ ആണ് ആ ലോൺ എടുത്തിട്ടുള്ളത്. വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ലോണാണ്. പക്ഷേ ഈ നമ്മുടെ മെറ്റേണിറ്റി ലീവ് മുതൽ എല്ലാ കാര്യങ്ങളിലോട്ടും ഗവൺമെൻറ് ചെറുതായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കൂടി വീടകങ്ങളിൽ നിന്നൊക്കെയുള്ള മാറ്റങ്ങൾ വളരെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മിക്കപ്പോഴും ഈ മാരേജ് കഴിഞ്ഞ് ഒരു കുഞ്ഞായി, പിന്നെ കുഞ്ഞിനെ നോക്കലായി. ഇപ്പോൾ ഒരു പ്രഗ്നൻസി ഒരു 1 year, പിന്നെ ആ കുഞ്ഞൊന്ന് പാലുകുടി മാറി ജസ്റ്റ് ഒന്ന് സ്കൂളിൽ പോകുന്ന വരെയുള്ള ഒരു കാലഘട്ടമൊക്കെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വൈകാരികപരമായിട്ടും കുറച്ചും കൂടി, ആദ്യത്തെ കുഞ്ഞൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു അടുപ്പൊക്കെ കൂടും. അപ്പം ആ സമയങ്ങളിൽ അത് ഡിവൈഡ് ചെയ്ത് നിൽക്കുന്ന, ഇപ്പം നേരത്തെ മിലൻ പറഞ്ഞതുപോലെ മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ളത് പോലെയുള്ള ഒരു സിസ്റ്റം ഒന്നും ഇവിടെ ഇല്ല. ഗവൺമെൻറ് അതിന് കാര്യമായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും കുടുംബത്തിൻ്റെ അകത്ത് നിന്നിട്ട് അതിന് കാര്യമായിട്ടുള്ള ശ്രമങ്ങളൊന്നും കാണുന്നില്ല. അതിലേറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ പുറത്തു പോകുന്ന സ്ത്രീകളെ, അങ്ങനെ അതായത് കുഞ്ഞിനെ ഭർത്താവിനെ ഏൽപ്പിച്ച് അല്ലെങ്കിൽ കുടുംബത്തിനെ ഏൽപ്പിച്ച് പുറത്തു പോകുന്ന സ്ത്രീകളെ കരുണയില്ലാത്തവരാണെന്ന് പറഞ്ഞ് മുദ്ര കുത്തുന്ന കുടുംബവും സമൂഹമാണ് നമുക്ക് ചുറ്റിലുള്ളത്. അതായത് പാലുകുടി മുഴുവനും മാറാത്ത കുഞ്ഞ്, അല്ലെങ്കിൽ പാലുകുടി മാറിക്കഴിഞ്ഞാലും ജോലിക്ക് പോകുന്ന സ്ത്രീകളെ ട്രീറ്റ് ചെയ്യുന്ന വിധം ഇവിടെ വളരെ മോശമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ, സിസ്റ്റം അതിന് കാര്യമായിട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും നമ്മുടെ വീടകങ്ങളിൽ നിന്ന് വേണം അതിൻ്റെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരാൻ. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ, നമുക്ക് സമൂഹത്തിൽ പോയിട്ട് പലതും പറയാൻ പറ്റും, പക്ഷെ നമ്മൾ തിരിച്ച് കാര്യപ്പോണ്ടത് വീട്ടിലാണ്. വീട്ടിൽ നിന്ന് നമ്മളിത് എന്ത് പറഞ്ഞിട്ടും നമ്മുടെ വോയിസ് ആരും കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ചെറിയ ചെറിയ മാറ്റങ്ങൾ സിസ്റ്റം കൊണ്ടുവരുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ തന്നെ കുറച്ചും കൂടി വിശാലമായിട്ട് ചിന്തിക്കാനുള്ള ഒരു ഇത് നമ്മുടെ വീടകങ്ങളിൽ നിന്നുണ്ടാകട്ടെ. അപ്പം ചിലർ പറയും, ഇത് വീടകങ്ങളിൽ ഇതിന് ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് സ്ത്രീകളാണ് എന്ന് പറയും. ചിലപ്പോൾ അമ്മായിയമ്മയുടെ പേര് പറയും, അല്ലെങ്കിൽ നാത്തൂൻ പേര്, അല്ലെങ്കിൽ അമ്മമ്മ, അങ്ങനെ പേരുകളൊക്കെ പറയും. പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, ആ സ്ത്രീകളും ഈ ഒരു പാട്രിയാർക്കിയുടെ ഇരകളാണ്. ആരാണ് ഇതിങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത്? ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു സിസ്റ്റം രൂപീകരിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? അത് പുരുഷന്മാരാണ്. അവരാണ് നീ ഇങ്ങനെ ഇരുന്നാൽ മതി എന്ന് അവരോട് പറയണം. അതിൻ്റെ ഇരകളാണ് ഈ പറയുന്ന അമ്മായിയമ്മ മുതൽ ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ. അപ്പം അത്തരത്തിലുള്ള നവീകരണങ്ങൾ സ്വന്തം വീടുകളിൽ നിന്ന് തുടങ്ങി പതിയെ പതിയെ അതിൽ മാറ്റങ്ങൾ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏത് നയരൂപീകരണത്തിനെക്കാട്ടിലും മുന്നിൽ നടക്കേണ്ടത് വീട്ടിലുള്ള മാറ്റമാണ്. അതാണ് തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞത്. അപ്പം ദാറ്റ് ഈസ് ദ ടേക്ക് ഹോം പോയിന്റ് ഫ്രം വാട്ട് മാനസി മാം സെഡ്. ഇനി മിലനോടാണ് ചോദിക്കുന്നത്. ഈ സാമൂഹ്യ സാമ്പത്തിക പുനർനിർമ്മാണത്തിൽ നമ്മൾ ഈ പറഞ്ഞ മാറ്റം, ആൺപെൺ എന്നത് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഏത് ജെൻഡറിലുള്ളവർക്കും ഈ പ്രക്രിയയിൽ ഏതർത്ഥത്തിലും, അത് അവസരങ്ങൾ ലഭിക്കുന്ന കാര്യത്തിലാകട്ടെ, ഉപയോഗത്തിനായി ലഭിക്കുന്ന വിഭവങ്ങളുടെ കാര്യത്തിലാകട്ടെ, കിട്ടുന്ന വേതനത്തിൻ്റെ കാര്യത്തിലാകട്ടെ, ഒരു തുല്യത ലഭിക്കണമെങ്കിൽ സമൂഹത്തിൻ്റെ ചിന്താഗതിയിൽ ഒരു മാറ്റം വരേണ്ടതുണ്ട്. കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം, സ്കൂൾ, കോളേജ് പാഠ്യപദ്ധതി, അതിലുപരി ക്യാമ്പസുകൾ, ഈ രീതിയിലുള്ള ഒരു ചിന്താഗതി വളർത്തിയെടുക്കുവാൻ എത്രത്തോളം അനുയോജ്യമാണ്? ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റിയിലേക്ക് ഇനി എത്രത്തോളം ദൂരം നമുക്ക് താണ്ടേതുണ്ട്? ഇതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വേതനത്തിൻ്റെ കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് ഏരിയാസിൽ ഈക്വൽ ആയിട്ടുള്ള സാലറി ഉണ്ടെങ്കിലും പല ഏരിയാസിലും, അതായത് പല ജോബ്സിനും ഈക്വൽ ആയിട്ടുള്ള ഒരു വേജോ സാലറി ഒന്നും അല്ല കിട്ടുന്നത്. അതിൽ ഒരു പരിധിവരെ നമുക്കത് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ജോലികൾ, ഇപ്പം ഫിസിക്കലി എന്തായാലും ഒരു ലേഡീനേക്കാളും ഫിസിക്കലി ആണ് ഞാൻ പറയുന്നത്, പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുക, ഫിസിക്കലി സ്ട്രോങ് എന്തായാലും പുരുഷന്മാരായിരിക്കും. അവരുടെ ആ ഒരു, നമ്മുടെ ആ ഒരു ജനറ്റിക് അല്ല പറയുന്നത്, നമ്മുടെ ഒരു ബോഡിയുടെ സ്ട്രക്ചറും അതിൻ്റെ മസിൽസിൻ്റെ ഫോർമേഷൻ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഒബ്വിയസ്ലി അത് പുരുഷന്മാരായിരിക്കും. അപ്പം ഹെവിയർ ജോലി ചെയ്യുന്ന ഒരു പുരുഷനും ഇത്തിരി കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ലെവലിൽ നിൽക്കുന്ന ജോലി ചെയ്യുന്ന ഒരു ലേഡിക്കും തമ്മിൽ ഈക്വൽ അല്ലാത്ത വേതനം എന്ന് പറയുന്നത് ഒരു പരിധിവരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ ഒരു ഡോക്ടർ, ഒരു നഴ്സ്, അതല്ലെങ്കിൽ ഒരു ടീച്ചിങ് പ്രൊഫഷനുള്ള ആൾ, ഒരു ആക്ടർ, ഒരു പൊളിറ്റീഷ്യൻ, ഇതൊക്കെയെന്ന് വെച്ചാൽ ഈക്വലി നമ്മുടെ കോൺട്രിബ്യൂഷൻ സെയിം ആയിരിക്കും, ഒരു പുരുഷനും ഒരു സ്ത്രീ എന്ന് പറയുന്നത്. പക്ഷെ അവിടെ നമുക്ക് വിവേചനം എന്ന് പറയുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. ഇപ്പോൾ ഉള്ള
ക്രിക്കറ്റേഴ്സിനെ എത്ര പേരെ നിങ്ങൾക്ക് അറിയാം? ഒരാളുടെ പേര് പറയാമോ ഇപ്പൊ ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാര്? ദൈവം, ഈ കുട്ടികളൊന്നും ടി വി കാണാറില്ല. രോഹിത് ശർമ്മ. പക്ഷെ എത്ര ലേഡീസിനെ നിങ്ങൾക്കറിയാം? ശരിയല്ലേ? അവരും ചെയ്യുന്നത് സെയിം അല്ലേ? എത്രമാത്രം പബ്ലിസിറ്റിയാണ് ഫുട്ബോളിന്റെ. എന്തൊക്കെയോ കുറേ ടീമുകളില്ലേ? പക്ഷെ അതുപോലെ തന്നെ പുരുഷന്മാരുടെ ക്രിക്കറ്റ് ടീമിന് ധോണി, വിരാട് കോഹ്ലി, അങ്ങനെ കുറേ പേരില്ലേ? നമുക്ക് അവരെല്ലാവരും അറിയാം. പക്ഷെ അതേ സ്ഥാനത്ത് അതേ ടൂർണമെന്റ്സും അതേ ലെവലിലും കളിക്കുന്ന ലേഡീസും ഉണ്ട്. പക്ഷെ നമ്മളൊന്നും ആരെയും അറിയുന്ന പോലും ഇല്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ അവിടേക്ക് ഇക്വാലിറ്റി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പം ഒരു പരിധി വരെ ഇപ്പോഴും നമ്മുടെ സാലറി സിസ്റ്റം ആണെങ്കിൽ ഒന്നും ഈക്വൽ അല്ല. അത് മാറിക്കൊണ്ട് വരുന്ന ഒരു സാഹചര്യത്തിലാണ് ആ മാറ്റം കൊണ്ടുവരേണ്ടവരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെല്ലാവരും. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് പാഠ്യപദ്ധതിയിൽ ക്യാമ്പസുകളിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഇപ്പോഴത്തെ സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അതായത് LKG UKG ഒരു 4th സ്റ്റാൻഡേർഡ് വരെ പിക്ചറൈസേഷനിലൂടെയാണ് കുറേ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതിൻ്റെ അത് പണ്ട് നിങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് ഒരു അമ്മേനെ കാണിക്കുമ്പം അമ്മ തന്നെയാണ് അടുക്കളയിൽ കുക്ക് ചെയ്യുന്നതിന്റെ ഫോട്ടോ വെക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുക്കിംഗ് പോർഷൻ വരുമ്പോൾ അമ്മയും ജോലിയുടെ, അതായത് പുറത്തുള്ള ഒരു ഡോക്ടറായിട്ടോ അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊഫഷൻ കാണിക്കുമ്പോൾ അവിടെ ഒരു അച്ഛനെയോ ആണ് കാണിക്കുന്നത്, നമ്മൾ പഠിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരുന്ന കാലത്ത്. ഓക്കെ. പക്ഷെ ഇപ്പം നിങ്ങളുടെ കുഞ്ഞു മക്കളുടെ അതല്ലെങ്കിൽ കുട്ടികളുടെ ബുക്സ് നോക്കിയാൽ കാണുന്നത് അമ്മയും അച്ഛനും ഒരുമിച്ച് കുക്ക് ചെയ്യുന്ന ഫോട്ടോസാണ്. അത് വലിയൊരു ചേഞ്ചാണ്. കാരണം നമ്മുടെ മൈൻഡിൽ പണ്ട് കയറിക്കൊണ്ടിരുന്ന എന്താണ്? അമ്മയാണ് കുക്ക് ചെയ്യേണ്ടത്, അച്ഛനാണ് ജോലി ചെയ്യേണ്ടത്. അത് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇങ്ങനെയുള്ള പിക്ചറൈസേഷൻ. അതായത് കുട്ടികളുടെയൊക്കെ മനസ്സിൽ പെട്ടെന്ന് ആ പിക്ചർ ആയിരിക്കും ഓർമ്മ വരിക. അങ്ങനെയുള്ള ഒരുപാട് ചേഞ്ചസ് ഇന്ന് നമ്മുടെ പാഠ്യപദ്ധതികളിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്പേഴ്സ് നോക്കിയാൽ അറിയാം, ഇവിടെ വോളണ്ടിയേഴ്സ് ആയിട്ട് നടന്നു വരുന്ന കുട്ടികളെ കണ്ടാൽ അറിയാം, അവിടെ എല്ലാ സ്ത്രീകളും വന്നു കഴിഞ്ഞു. അപ്പം മാറ്റം ഒബ്വിയസ്ലി വരുന്നുണ്ട്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇവിടെ കയറി വന്നപ്പോൾ സെക്യൂരിറ്റി മുതലുള്ള ചേഞ്ച് എന്ന് പറയുന്നത്. ഒരു ക്യാമ്പസ് ആണ്, അവിടെ നിങ്ങൾ ചേഞ്ച് കൊണ്ടുവന്ന് കാണിച്ചു. നാളെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ മാറ്റം നമ്മളാവണം, നിങ്ങളാകണം, നിങ്ങൾ ഓരോരുത്തരിലൂടെ ആവണം. അപ്പം ഒബ്വിയസ്ലി ചേഞ്ചസ് ഉണ്ട്, എന്നാൽ ഇക്വാലിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളും ഉണ്ട്. നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് ഓക്കെ ഇങ്ങനെയാണ് എന്ന് പറയാനായിട്ട് പറ്റില്ല. So we are supposed to wind up the session in another 5 minutes. ഇനിയും ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ നമ്മുടെ ഗസ്റ്റുകളോട് ചോദിക്കണമെങ്കിൽ, റിസോഴ്സ് പേഴ്സണോട് ചോദിക്കണമെങ്കിൽ അതിനുള്ള സമയമാണ്. എനിബഡി? ഹായ് മാം, മൈ ക്വസ്റ്റ്യൻ ടു മാനസി മാം. ഇപ്പോൾ ഇതുപോലെ തന്നെ കേരളത്തിൽ ഒരുപാട് സ്ത്രീകളുണ്ട്, വീട്ടിൽ പല പ്രശ്നങ്ങളായിട്ടും, ഇപ്പോൾ ക്യാഷിൻ്റെ പ്രശ്നമായാലും അതേപോലെ സ്വന്തം ബിസിനസ് തുടങ്ങാനും അതേപോലെ തന്നെ ഈ ലിംഗമാനദണ്ഡങ്ങളൊക്കെ എതിർത്ത് വരാനും താല്പര്യമായിട്ടുള്ള സ്ത്രീകളോട് എന്തൊക്കെയാണ് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? ആദ്യമായിട്ട് കൊടുക്കാനുള്ളത്, നമ്മൾ ഒറ്റയ്ക്കായി പോകുമ്പോൾ നമ്മുടെ ജീവൻ നിലനിർത്താനുള്ള കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് എൻ്റെ അനുഭവം വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനൊരു പരിധിക്കപ്പുറം എൻ്റെ ജീവിതം കയ്യിൽ നിന്ന് പോയപ്പം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ പിന്നെ ഒരു ശ്രമം കൊണ്ട് മനസ്സിലായി ഇത് നമുക്ക് പറ്റിയ പണിയല്ല. കാരണം നമുക്ക് കുന്നോളം ആഗ്രഹങ്ങളുണ്ട്, ജീവിക്കാനുള്ള ആഗ്രഹങ്ങളുണ്ട്. അപ്പം നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഇറങ്ങുകയാണ്, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് ഇറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് എന്തായാലും ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. എന്ത് വന്നാലും നമ്മൾ മരിച്ചു കൊടുക്കില്ല, അല്ലെ നമ്മൾ വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു തീരുമാനം ആദ്യം എടുത്ത് മനസ്സിനൊരു ഉറപ്പ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പറ്റുന്നത് എന്താണോ അതിലോട്ട് മൂവ് ചെയ്യാൻ നമ്മൾ പതിയെ ശ്രമിക്കുക. ഞാനൊരു കാര്യം പറയാം, എൻ്റെ കുഞ്ഞിന് ഒരു 2-3 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഞാൻ സിംഗിൾ ലൈഫിലോട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പുറത്തൊക്കെ പഠിച്ച ആളാണ്, ഞാൻ കൊച്ചിയിലാണ് പഠിച്ചതൊക്കെ, പറഞ്ഞിട്ടുണ്ട് കൊച്ചിനെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങും, നമുക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ മോനെ ഒരു നഴ്സറിയിലെങ്കിലും ഇടുന്ന സമയമാകുമ്പോഴേ ഞാൻ പുറത്തിറങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ക്ഷമയോടെ കാത്തിരുന്നു. എൻ്റെ മോനൊരു 4 വയസ്സാകുന്നത് വരെ വീട്ടിലിരുന്ന് എഡിറ്റിംഗ് വർക്ക്സുകൾ ചെയ്തു. ഞാൻ ഡിസൈനർ കൂടിയാണ്, ഡിസൈനിങ് ചെയ്തു, സമയമെടുത്തു. പുറത്തോട്ടേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മളൊരു വീട് വാടകയ്ക്ക് എടുക്കാൻ ഡെപ്പോസിറ്റ് ക്യാഷ് മുതൽ കുറച്ച് സ്വരൂപിച്ച് വെച്ച് ആണ് ഞാൻ ഇറങ്ങുന്നത്. അല്ലാതെ എടുത്തു ചാടി നമ്മൾ ഓടാൻ പാടില്ല, ആലോചിക്കണം. കാരണം നമ്മളൊന്ന് ഇടറി വീണാൽ കൈമുട്ടിച്ചിരിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടാവും. ഇപ്പം ഞാൻ പറയാം, എൻ്റെ ഫാമിലിയിലായാലും എവിടെയായാലും എന്നെ സപ്പോർട്ട് ചെയ്യാത്ത, തീരെ എന്നെ സപ്പോർട്ട് ചെയ്യാത്ത ആളുകളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കുടുംബത്തിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോൾ ആദ്യം അവർ വിളിക്കുക എന്നെയാണ്. എനിക്ക് എന്താണ് ഈ ഒരു ഇപ്പം ഞാൻ
നിൽക്കുന്ന ഈ പൊസിഷനിൽ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും റെസ്പെക്റ്റ് ആണെന്ന്. ഒരു സ്ത്രീക്ക് അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അവനവൻ ഞാനത് വാശിയോടെ അധ്വാനിച്ച് നേടിയെടുത്തതാണ് ആ റെസ്പെക്റ്റ്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നമുക്കതിന് പറ്റും. ആ വിൽ പവർ നമ്മൾ ആദ്യമായിട്ടുള്ളു. തൊട്ടപ്പുറത്തിരിക്കുന്ന സുഹൃത്തുക്കളായാലും ആരാലും പലതും പറയും. പക്ഷെ നമുക്കതിന് പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കും. ചിലപ്പോൾ നമുക്കതിന് ഒരുപാട് സമയം എടുത്താലും കുഴപ്പമില്ല. നമ്മുടെ സ്വപ്നത്തിലൂടെ നമ്മൾ നടന്ന് എത്തും. എല്ലാവരും ഒരുപോലെ സക്സസ് ആവണമെന്നില്ല. ഞാനിപ്പോഴും പറയും എനിക്ക് ലക്ക് ഉണ്ടെന്നാണ് ഞാൻ പറയാറ്. അത് പറ്റുന്ന പോലെയൊക്കെ മുന്നോട്ട് പോവുക. നമ്മൾ ആകെ ഇത്ര ജീവിതമേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു ദിവസം ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ തന്നെ നമ്മൾ ഈ ഭൂമിയിലോട്ട് വന്നത് എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. അതിപ്പം നമ്മുടെ ഫാമിലി ആയാലും ശരി, മറ്റാരായാലും ശരി. താങ്ക് യു. ഏത് ജെൻഡറിൽ പെട്ടവരാണെങ്കിലും ശരിയായ കാര്യം ചെയ്തു തുടങ്ങുന്നിടത്തുനിന്നാണ് ഈ സാമൂഹ്യ സാമ്പത്തിക പുനർനിർമ്മാണം അർത്ഥവത്തായി തുടങ്ങുന്നത്. ആർ രാജശ്രീയുടെ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥയിൽ ഇങ്ങനെ പറയുന്നുണ്ട്: രേഖപ്പെടാതെ പോകുന്ന സമരങ്ങൾ അത്രയും അടുക്കളയിൽ നിന്ന് തുടങ്ങുന്നു. രേഖപ്പെടാതെ പോയ 100,000 സ്ത്രീകളെ ഓർത്തുകൊണ്ട്, ലിംഗ ന്യൂനപക്ഷങ്ങളെ ഓർത്തുകൊണ്ട്, സമരങ്ങൾ ഓർത്തുകൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കട്ടെ. ആശയങ്ങൾ കൊണ്ട് കൂടെ നിന്ന മിലനും മാനസിക്കും, കേട്ടിരുന്ന ഇടപെടലുകൾ നടത്തിയ സദസ്സിനും സ്നേഹം, നന്ദി.